നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇത് എൻ്റെ 156-ാമത്തെ എപ്പിസോഡാണ്. ഇത് നേരത്തെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും അധികം പ്രാധാന്യമുള്ളൊരു വിഷയം കൂടാ. അതായത് ഈ പുതിയതായിട്ട് കല്യാണം കഴിക്കുന്ന സ്ത്രീ പുരുഷന്മാർ വരെ നിസ്സാര കാര്യങ്ങൾക്ക് ഈ വിവാഹമോചനം നടത്തുന്നൊരു കാലമായത്. കുടുംബ കോടതി കേസുകൾ ഓരോ ദിവസവും കൂടി വരികയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എന്താണ് ജ്യോതിഷം പറയുന്നത്, എന്താണ് മറ്റ് മതങ്ങൾ പറയുന്നത് എന്നുള്ളതിനെപ്പറ്റി, പിന്നെ നമ്മുടെ മനഃശാസ്ത്രപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പൊതുവായിട്ടൊന്ന് കണക്കിലെടുത്തുകൊണ്ട് ഈ 156-ാമത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് സമർപ്പിക്കുക. അപ്പം എൻ്റെ പേരിതാ, ഡൈവോഴ്സ്, ഹൗ ക്യാൻ ഇറ്റ് ബി അവോയ്ഡഡ്, എങ്ങനെ വിവാഹമോചനം ഒഴിവാക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ജ്യോതിഷപരമായിട്ട് എങ്ങനെ വിവാഹമോചനം ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും ഗ്രഹനില വേണം. അത് നമുക്കിപ്പോൾ ഈ പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ അവിടെ കമ്പ്യൂട്ടർ ജാതകം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ചിലർ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും ഈ ഗ്രഹനില. അപ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെ ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ ലഗ്നം, ല എന്നുള്ള ഒരു അക്ഷരമുണ്ട്, ലഗ്നം എന്ന് പറയുന്നത്. അത് മുതൽ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ വലത്തോട്ട് എണ്ണി നോക്കണം. 12 രാശിയാണ് ഉള്ളത്. അപ്പം ഈ ലഗ്നം എവിടെ നിൽക്കുകയാണെങ്കിലും നമ്മൾ അവിടുന്ന് എണ്ണി ക്ലോക്ക് വൈസായിട്ട് എണ്ണിയിട്ട്, അതായത് വലത്തോട്ട് ഇങ്ങനെ എണ്ണിയിട്ട് 7-ാം സ്ഥാനം വരുന്നത് ആ രാശിയിൽ എന്തൊക്കെ ഗ്രഹങ്ങളുണ്ടെന്ന് നോക്കണം. സാധാരണ ആ രാശിയിൽ ചിലപ്പം പല ഗ്രഹങ്ങൾ കാണും, നവഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പം കൂട്ടത്തിൽ ഏത് ഗ്രഹങ്ങളാണെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് നോക്കണം. ഇത് സൂര്യൻ വരികയാണെങ്കിൽ, അത് 7-ാം സ്ഥാനത്ത് സൂര്യനോ രാഹുവോ വരുവാണെങ്കിലാണ് ഈ വിവാഹത്തിന് പ്രശ്നം ഉണ്ടാകുന്ന വിവാഹമായിട്ട് ഞാൻ എൻ്റെ കുറേ നാളുകൊണ്ടുള്ള റിസർച്ചിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അതാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹു ആണെന്നുണ്ടെങ്കിൽ പുരുഷൻ ഒരു താലി എന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സ്വർണത്തിൻ്റെ 1 ഗ്രാം താലി വാങ്ങിച്ചിട്ട് പുരുഷൻ അത് ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ കൊടുക്കണം. പിന്നെ സ്ത്രീയാണെങ്കിൽ അത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൊടുക്കണം. കാരണം രാഹു എന്ന് പറഞ്ഞാൽ 2 വിവാഹത്തെ കാണിക്കുന്നതെന്നാണ് നമ്മുടെ അനുഭവം. ഓരോ ആളുകളുടെയൊക്കെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഇപ്പോൾ 7-ാം സ്ഥാനത്ത് രാഹു നിൽക്കുകയാണെങ്കിൽ അത് 2 വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 7-ാം സ്ഥാനത്ത് രവി, അതായത് ആദ്യത്തെ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആ സ്ഥാനത്ത് പയ്യൻ്റെ 7-ാം സ്ഥാനം സ്ത്രീയും സ്ത്രീയുടെ 7-ാം സ്ഥാനം പയ്യനുമാണ്. അപ്പോൾ ഇങ്ങനെ ഈ 7-ാം സ്ഥാനത്ത് സൂര്യൻ നിന്നാൽ അവിടെ ആ രാശിയിലെ ഒരു ഗ്രഹത്തിന്, സൂര്യനല്ല വേറെ ഒരു ഗ്രഹത്തിനും നിലനിൽപ്പില്ലെന്നാണ് പറയുന്നത്. അപ്പം ആ രാശി ഇപ്പം ചിങ്ങരാശിയോ അല്ലെങ്കിൽ മേടരാശിയോ ആണെങ്കിൽ വലിയ ദോഷമില്ല, എന്നാലും അവിടെയും നിലനിൽപ്പ് ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞ് എണ്ണി വരുമ്പം 7-ാം സ്ഥാനം വരുന്നത് മേടം ആണെങ്കിൽ അത് സൂര്യൻ്റെ ഉച്ചരാശിയാണ്. അവിടെ സൂര്യൻ നിന്നാൽ കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും അവിടെയും വിവാഹത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ചിങ്ങരാശിയിലും 7-ാം സ്ഥാനം ഇങ്ങനെ എണ്ണി വരുമ്പോൾ 7-ാം സ്ഥാനം ചിങ്ങരാശിയാണെങ്കിലും അവിടെയും സൂര്യൻ നിൽപ്പുണ്ടെങ്കിൽ അവിടെയും പ്രശ്നമുള്ള ഒരു വിവാഹമായിട്ട് തന്നെ മാറും, യാതൊരു തർക്കവും വേണ്ട. പിന്നെ ഇനി 7-ാം സ്ഥാനത്ത് മറ്റ് ഗ്രഹങ്ങളൊന്നും നിന്നാൽ കുഴപ്പമില്ല. അതായത് ബാക്കി 9 ഗ്രഹങ്ങൾ വേറെ ഏത് ഗ്രഹം നിന്നാലും കുഴപ്പമില്ല. സൂര്യനും ഈ രാഹുവും മാത്രമേ ഉള്ളൂ പ്രശ്നമുള്ളത്. അങ്ങനെയാണ് ജ്യോതിഷത്തിൻ്റെ ഒരു ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം ജ്യോതിഷം അങ്ങനെ വന്നാൽ തന്നെയും നമുക്ക് അതിനുള്ള പരിഹാരം പറയുന്നുണ്ട്. 7-ാം സ്ഥാനത്ത് സൂര്യൻ ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഈ ഞായറാഴ്ച പൊങ്കാല, അത് നമ്മുടെ ഹിന്ദു മതത്തിലുള്ള സ്ത്രീകൾക്കാണ് ഞാൻ പറയുന്നത്. ഞായറാഴ്ച പൊങ്കാല, മാസത്തിൽ മലയാള മാസത്തിൽ ഒരു ഞായറാഴ്ച പൊങ്കാല നടത്തണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറിപ്പോകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പുരുഷൻ്റെ കാര്യമാണെങ്കിലും ഈ പറഞ്ഞതിൻ്റെ തിങ്കളാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്, ദോഷം മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 പരിഹാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതേ ഉള്ളൂ. പിന്നെ രാഹു എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് വേറെ പരിഹാരം ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി
മനഃശാസ്ത്രം പറയുന്നത് എന്താണെന്ന് നോക്കാം. മനഃശാസ്ത്രം 10 ഇത് പറയുന്നുണ്ട്, മാർഗങ്ങൾ. അത് ഒന്നാമത്തത് ഈ ഇണയുടെ മനസ്സ് മനസ്സിലാക്കുക. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മോചനത്തിൻ്റെ പാതയിലെത്തിയത് എന്ന് ആലോചിക്കണം. പങ്കാളിയെ മനസ്സിലാക്കാൻ പഠിക്കണം, ആദ്യം മനസ്സിലാക്കണം. പിന്നെ അതുപോലെ ദേഷ്യം വരുമ്പോഴും നമ്മൾ പുറത്ത് പോയി ദീർഘശ്വാസം എടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞേ തിരിച്ചു വരാവൂ. കാരണം അത് നമ്മുടെ രണ്ടുപേർക്കും നല്ലതാണ്. കാരണം ദേഷ്യം ആ സമയം കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ മൂന്നാമതായിട്ട് ഒരിക്കലും പങ്കാളികൾ അവരുടെ കുറ്റങ്ങൾ മൂന്നാമതൊരാളോട് ഒരു കാരണവശാലും പറയാൻ പാടില്ല. അതിന് ആരായാലും ശരി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ വേറെ മൂന്നാമതൊരാളോട് ഒരു കാരണവശാലും പറയാൻ പാടില്ല. അത് മോളായാലും മോനായാലും, അല്ലെങ്കിൽ പ്രായമുള്ളവർ വിവാഹം കഴിക്കുമ്പോഴേ മോളോ മോനോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരോട് പോലും പറയാൻ പാടില്ല. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കണം. പിന്നെ പങ്കാളിയെ ബഹുമാനിക്കണം. അവരുടെ സ്വഭാവങ്ങൾ അവരുടെ സ്വഭാവങ്ങൾ അങ്ങനായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം. ഇപ്പോൾ ഒരാൾ മുൻകോപിയാണ്, കുറേയൊക്കെ അങ്ങ് ക്ഷമിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മക്കളെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമല്ലോ. അതാണ് അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും ഏറ്റവും പ്രധാനമായത് പങ്കാളി ഏത് തെറ്റ് ചെയ്താലും മറ്റേ അത് ക്ഷമിക്കണം. പങ്കാളി ചെയ്യുന്ന തെറ്റ് ഭാര്യയാണെങ്കിൽ ഭർത്താവ് ക്ഷമിക്കണം, ഭർത്താവാണെങ്കിൽ ഭാര്യ ക്ഷമിക്കണം. ക്ഷമിക്കുകയല്ലാതെ അവിടെ മറ്റു മാർഗ്ഗമൊന്നുമില്ല. എങ്കിലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എപ്പോഴും പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. ചിലപ്പോൾ അത് തെറ്റാണെങ്കിൽ അത് ശാന്തമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഇന്നത് തെറ്റാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഭാര്യ മറ്റൊരു ഭർത്താവിനെയോ ഭർത്താവ് മറ്റൊരു ഭാര്യയായിട്ടോ ഒരിക്കലും താരതമ്യപ്പെടുത്തി സംസാരിക്കരുത്. മിക്ക ഒരാൾ പറയില്ല, അതുകൊണ്ട് അപ്പുറത്തെ പിന്നെ ഇന്നാരുടെ ഭർത്താവ് ഇങ്ങനെ എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നെ സ്വന്തം ഭർത്താവിനെ കുറ്റം പറയുന്ന സ്ത്രീകളും കാണും. അല്ല, ഭാര്യ ഇതുപോലെ അപ്പുറത്ത് ഇന്നാരെ കണ്ടോ എത്ര നല്ല സ്വഭാവം എന്ന് അങ്ങനെ കമ്പാരിസണേ പാടില്ല. പിന്നെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം, പങ്കാളിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം, കരുതലോടെ പെരുമാറണം. ഒരു കാരണവശാലും ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്യണം. ഒരു കാരണവശാലും എത്ര ദേഷ്യം വന്നാലും ശാരീരിക ഉപദ്രവം ചെയ്യരുത്. പിന്നെ ഒരിക്കലും ലഹരി ഉപയോഗിക്കത്തില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും വേണം. കാരണം ഈ വിവാഹത്തിന് മുമ്പ് തന്നെ ആ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് വേണം വിവാഹത്തിലേക്ക് കടക്കാൻ തന്നെ. പിന്നെ പരിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും വിവാഹമോചനം അനുവദിക്കത്തില്ലെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചില പ്രത്യേക സാഹചര്യം പറയുന്നുണ്ട്. അത് ഈ ലഹരിയുടെ ആസക്തിയുള്ള പുരുഷനാണെങ്കിലും ആ പുരുഷനെയോ, അല്ലെങ്കിൽ ഗാർഹിക പീഡനം അതായത് ഉപദ്രവം, ശാരീരിക ഉപദ്രവം ചെയ്യുന്ന പുരുഷനെയോ വേണമെങ്കിൽ ഒഴിവാക്കാമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല. കാരണം പരസ്പരം സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് ആ ഒരു പിന്നെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു നിവൃത്തിയില്ലാതെ ചില കാര്യങ്ങളുണ്ട്. ചിലർക്ക് പിന്നെ മാനസിക അസ്വാസ്ഥ്യമുള്ള സ്ത്രീകൾ കാണും. അങ്ങനെയൊക്കെയാണെങ്കിൽ ഖുർആനും വിവാഹമോചനം അനുവദിക്കുന്നുണ്ട്. പിന്നെ ഹിന്ദു മാരേജ് നിയമം അനുസരിച്ച് പരസ്പര സമ്മതമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. പിന്നീട് ഭർത്താവ് ഭാര്യയോട് ക്രൂരമായി പെരുമാറുകയാണെങ്കിലും ഭർത്താവ് ഭാര്യയോട് ക്രൂരമായിട്ട് പെരുമാറുകയാണെങ്കിലും വിവാഹമോചനം അനുവദിക്കും. പിന്നെ മാനസിക രോഗികളായ പുരുഷനോ സ്ത്രീയോ ഒക്കെ ആണെങ്കിൽ സ്ത്രീക്ക് പുരുഷന് സ്ത്രീയെയും ബന്ധം ഒഴിയാം. ഏതായാലും വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനകം വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ നിയമം പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വിവാഹമോചനം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ സബ്ജക്റ്റ്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും അങ്ങോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തായാലും ക്ഷമ വളരെ പ്രധാനമാണ്. ഒന്നീ സ്ത്രീ ക്ഷമിക്കണം, അല്ലെങ്കിൽ പുരുഷൻ ക്ഷമിക്കണം. രണ്ടിൽ ആരെങ്കിലും ഒരാൾ ക്ഷമയോടുകൂടി ഓരോ സാഹചര്യവും കടന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം.